അഞ്ചലിൽ ബിജെപിയിൽ കൂട്ടരാജി. അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ 4 പേരാണ് രാജിവെച്ചത്. നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പാർട്ടി ഫണ്ട് തട്ടിപ്പ്, ജാതീയ അധിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവർത്തകർ രാജിവെച്ചത്. അഞ്ചൽ മണ്ഡലത്തിലെ ബിജെപി ഭാരവാഹികളാണ് നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചത്. അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ബിജു ആർ, അഞ്ചൽ മണ്ഡലം മുൻ സെക്രട്ടറി അരുൺ, അഞ്ചൽ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ, സോഷ്യൽ മീഡിയ കൺവീനർ സുരേഷ് ബാബു ആർ എന്നിവരാണ് ബിജെപിയിൽ നിന്നും രാജിവെച്ചത്. ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലയിൽപ്പെട്ട അഞ്ചൽ, പുനലൂർ മണ്ഡലങ്ങളിലെ പ്രധാന ചുമതലക്കാരെയും മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളെയും സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയുടെ സംഘടനാ ചുമതലയിലുള്ള ചിലരുടെ പാർട്ടി വിരുദ്ധ ക്രിമിനൽ മാഫിയ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ കൊല്ലത്ത് പറഞ്ഞു. കൊല്ലം റവന്യൂ ജില്ലയിൽ ബിജെപിക്ക് 2 ജില്ലകളാണുള്ളത് സംഘടനാ തലത്തിൽ. അതിൽ ഈസ്റ്റ് ജില്ല കൊട്ടാരക്കര മുതൽ മുകളിലെടുക്കുന്ന ഭാഗമാണ്. അതിൽ അഞ്ചൽ മണ്ഡലത്തിൽ ബിജെപിയുടെ സജീവ പ്രവർത്തകരും ബിജെപിയുടെ മണ്ഡലത്തിന്റെ പഞ്ചായത്തിന്റെയും ചുമതലക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് ബിജെപിയിൽ നമുക്ക് തുറന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബിജെപിയുടെ നിലവിലുള്ള ഞങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഞങ്ങൾ ഒഴിയുന്ന വിവരം പത്രക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈസ്റ്റ് ജില്ലയിലെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് ആലഞ്ചേരി ജയചന്ദ്രൻ എന്നാണ്. അതുപോലെ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാലേന്ദ്രപിള്ള, ഈ 3 പേരുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ അവർ കാണിക്കുന്ന വ്യക്തിപരമായ ചില കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ചുമതല മാറാൻ തീരുമാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1 സാമ്പത്തിക അഴിമതികൾ, 2 ഈ പറയപ്പെടുന്ന ആൾക്കാർ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ്, പാർട്ടി ഉപയോഗിച്ച് നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി ഫണ്ടിന്റെ തിരിമറികൾ, അതുപോലെ അനധികൃതമായി നടത്തുന്ന വമ്പിച്ച രീതിയിലുള്ള പണപ്പിരിവുകൾ, പിന്നെ പാർട്ടി പ്രവർത്തകർക്ക് നേരെയുള്ള ജാതിപരമായ അധിക്ഷേപങ്ങൾ, അത് പ്രത്യേകിച്ചും വനിതാ പ്രവർത്തകർക്ക് ഉള്ളതാണ് അധിക്ഷേപങ്ങൾ. നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ, പാർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഭൂമി തട്ടിയെടുക്കൽ നടപടികളും, പാർട്ടി ഫണ്ട് തട്ടിപ്പും തിരിമറിയും, അനധികൃത പണപ്പിരിവും, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും, ജാതീയ അധിക്ഷേപവും, വനിതാ പ്രവർത്തകരോടുള്ള മോശം സമീപനവും, പാർട്ടി ചുമതലക്കാരെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള കൂട്ട പുറത്താക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.